ഡിയേഴ്സ് ഇതെന്താണെന്ന് മനസ്സിലായോ? ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില മനസ്സിലാവാൻ എന്താണല്ലേ? ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെന്താ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഞാൻ പറയാം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ബീഫ് കുത്തിക്കാച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തൃശ്ശൂർക്കാർക്ക് എല്ലാ സാധനവും കുത്തിക്കാച്ചത്, നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചത്. ഇനി ബീഫ് ഒന്ന് കുത്തിക്കാച്ചി വെക്കും കേട്ടോ. സൂപ്പർ സംഭവമാണ്. അപ്പം നമ്മൾ ആ നേരം കൊണ്ട് അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളിയൊക്കെ, വേപ്പില, പിന്നെ അതാ കുറേ നമ്മുടെ ഉണക്കമുളക് ചതച്ചത്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അയ്യൊരുവാണ് ആ ടേസ്റ്റ്. പിന്നെ ഈ ബീഫ് വേവിച്ചത് നമ്മൾ ഇതിന് മുമ്പ് വേറൊരു വീഡിയോയിൽ ഇട്ടത്, ഞാൻ ബീഫ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. എന്നിട്ട് അതിലേക്കായ ബീഫ് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള. ബീഫ് ഓൾറെഡി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊടി വേവിച്ചപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് കുരുമുളക് പൊടിയും എരിവൊക്കെ കുറച്ചും കൂടെ എങ്ങനെ നിൽക്കണം. അപ്പോൾ നമുക്കൊരു ചമ്മന്തിയൊക്കെ പോലെ ഒരു ഇത്തിരി കൂട്ടിയാൽ മതി. പക്ഷേ ചോറും ദൂരം വേണമെങ്കിൽ തിന്നാൻ പറ്റും. പിന്നെ ഞാൻ മുളകും പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കളറിന്. സംഭവം എന്താ റെഡിയായി. എന്ത് സൂപ്പർ സാധനമാണെന്ന് അറിയോ? ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എങ്ങനെയാ? ബൈ.